നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ അമ്മയും ആൺ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ. അർഷാദിൻ്റെ മരണത്തിൽ പ്രതിയായ അഷ്കറുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയെങ്കിലും നാട്ടുകാർ രോഷാകുലരായിരുന്നു. അഷ്കറിനെ തെളിവെടുപ്പിനായി എത്തിക്കുമെന്നറിഞ്ഞതോടെ തന്നെ പരിസരത്ത് വൻ ജനമാണ് തടിച്ചുകൂടിയത്. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും നാട്ടുകാരുമായി ഉന്തും തള്ളുമുണ്ടായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഇഞ്ചിഞ്ചായി പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. 1.5 വയസ്സുകാരൻ അർഷാദിൻ്റെ മാതാവ് അഖിലയും ആൺ സുഹൃത്ത് അഷ്കറുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആഹാരം തൊണ്ടയിൽ കുരുങ്ങിയെന്ന വ്യാജേന വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അഷ്കർ കുട്ടിയെ SAT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവശനിലയിലായിരുന്നു കുഞ്ഞ്. അല്പം സമയം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു. ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ ദേഹമാസകലം മുറിവുകൾ കണ്ടെത്തിയത്. തലയുടെ പിൻഭാഗത്ത് ശക്തമായി ക്ഷതമേറ്റ പാടുകളും ഉണ്ടായിരുന്നു. കാൽപാദങ്ങളിലും കൈകളിലും മുതുകിലുമൊക്കെ പൊള്ളലേറ്റ പാടുകളും. കുഞ്ഞിൻ്റെ അമ്മ അഖില ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലായിരുന്നു ഈ സമയം. കുഞ്ഞും അഷ്കറും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയങ്ങളിലൊക്കെ ഇയാൾ കുഞ്ഞിനെ മാരകമായി മർദ്ദിച്ചിരുന്നു. മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ബന്ധുക്കളാണ് മരണത്തിൽ ദുരൂഹതയാരോപിച്ച് പോലീസിനെ സമീപിച്ചതും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കരഞ്ഞ് നിർബന്ധം പിടിച്ച കുഞ്ഞിനെ തലയ്ക്കു പിന്നിൽ അഷ്കർ ശക്തമായി അടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ കുഞ്ഞ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് കട്ടിലിലെടുത്ത് കിടത്തി. ഇതിനിടെയാണ് കുഞ്ഞ് ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ട് പരിസരവാസികളിൽ ചിലർ വീട്ടിലെത്തിയത്. ആഹാരം തൊണ്ടയിൽ കുരുങ്ങിയതാണെന്നാണ് അഷ്കർ അവരോട് പറഞ്ഞത്. അവരുടെ നിർബന്ധപ്രകാരമാണ് ആംബുലൻസ് വിളിച്ച് കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചത്. ദിവസങ്ങളോളം ഈ 1.5 വയസ്സുകാരൻ മാരകമായ മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്നാണ് ഡോക്ടറുടെ കണ്ടെത്തൽ. മനസ്സാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള മുറിവുകളാണ് 1.5 വയസ്സുള്ള ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നത്. ക്രൂരമായ കൊലപാതകം അറിഞ്ഞതോടെ പ്രതിഷേധം അലയടിക്കുകയായിരുന്നു നാട്ടുകാർക്കിടയിൽ. അഷ്കറിനെ മർദ്ദിക്കുവാനായി പലതവണ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും പോലീസിൻ്റെ ഇടപെടൽ കാരണം അഷ്കർ രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മരണത്തിൽ അമ്മയെയും അഷ്കറിനെയും നെടുമങ്ങാട് കോടതി റിമാൻഡ് ചെയ്തു.